കൊട്ടവഞ്ചിയിലൊരു യാത്ര ചെയ്യാൻ ഇനി കർണാടകയിലേക്ക് പോകണ്ട, കേരളത്തിലെ അടവിയിൽ പോയാൽ മതി. പത്തനംതിട്ടയിലെ അടവി, കല്ലാർ നദിയിലൂടെ കാട്ടിനകത്തൂടെ ഒരു കൊട്ടവഞ്ചി യാത്ര. അതിസുന്ദരമായ പ്രകൃതിയുടെ താളങ്ങളിൽ മറക്കാനാവാത്തൊരനുഭവം. ഇതാ കയറ്റണോ, ഇതാ എവിടെ പറഞ്ഞാൽ അവർ കയറ്റും. കാടിൻ സൗണ്ട്. ഓ മൈ ഗോഡ്. ഏട്ടാ അത് കാണിച്ചിട്ട് അവിടെ റെഡി ആക്കി. ഏട്ടാ അതവിടെ കാണിക്കട്ടാ. ചെരുപ്പഴിച്ചിടണം. എന്ത് രസാ. ഈ വഞ്ചിയുടെ പുറത്തൂടെ എന്താട്ടാണ്? എന്തിനെങ്കിലും തോലാണോ ചാക്കാണോ? കാറാണ് ഏട്ടാ. ഞേട്ടൻ കയറി. ആ തിരിച്ചു കയറി. ആ ബാഗും കൊടുത്തോ. ആ ഇതിപ്പോ നമ്മൾ അതെയോ. ആ നോക്കാം, സമയം ഉണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ വിടാം. ആ അതെ അതെ നല്ല റോഡാണ്. കാണാൻ പറ്റിയ കാണാം, അല്ലെങ്കിൽ വിടാം. ഐ വല്ലാത്തൊരു പ്രകൃതിയിലെ ശരിക്കും വന്യത. തിരിച്ചു വരുമ്പോൾ നമുക്ക് സെന്ററിൽ കൂടെ വരെ ഇപ്പോൾ അങ്ങോട്ട് വരാം. തുടങ്ങാൻ ഒഴുക്കിനെതിരെയല്ലേ നമ്മൾ തുടങ്ങുന്നത്. സെന്ററിൽ കൂടെ തുടങ്ങിയാലേ ബുദ്ധിമുട്ടാവും. വെള്ളത്തോട് ചേർന്നാ പോകുന്നത് നമ്മള്. ചേട്ടനോട് ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്ത്. നിങ്ങൾ കുട്ടിക്കാലം തൊട്ട് ഈ പരിപാടി ചെയ്യുന്നതാണല്ലേ? അല്ല, ഇത് 12 വർഷമായല്ലേ ഈ ജോലി തുടങ്ങിയിട്ട്. അതെ. എന്താ ഈ എലിഫന്റ് ഷെൽട്ടറിൽ കാണാനുള്ളത്? നമുക്ക് അരമണിക്കൂർ ചെലവഴിക്കാനുള്ള എല്ലാം ഉണ്ട് അവിടെ. ആ ശരി, നോക്കാം നോക്കാം. ഇല്ലെങ്കിൽ അപ്പൊ ആൾക്കാരോട് ചോദിക്കാം. അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നോക്കാം. തട്ടിലേന്ന് അമ്മരിക്കണ ഭാഗമാണ് താണിരിക്കണത്. അതിന്റെ വേരിന്റെ അടിയിൽ കൂടെ പോകുമ്പോഴേ അത് കറക്റ്റ് വീഡിയോ എടുത്തരും. വേരിന്റെ അടിയിൽ കൂടെ പോകുന്ന വീഡിയോ മുതലൊന്നുമില്ല ഇതിൽ. വെള്ളത്തിലല്ല അടിപൊളി മീനുണ്ടാവില്ല. ഇഷ്ടംപോലെ പിടിക്കാൻ അനുവാദം ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടംപോലെ മീൻ പെരുകി കിടക്കും. നമ്മൾ ഈ കലക്കലായിട്ടാ മഴ പെയ്തേ വെള്ളം കലങ്ങി വരുന്നതുകൊണ്ടായി കാണാത്ത. ആ ശരി, എന്താ പിടിക്കാൻ പാടാത്ത? ഫോറസ്റ്റിന്റെ ഇല്ലയോ, അതുകൊണ്ട് നമ്മളെ പിടിക്കാൻ അനുവദിക്കത്തില്ല. അത് ശരി, വേരിന്റെ കൂടെ പോകുന്നത് എടുക്കും. വേരല്ല അത് കൊമ്പ. കൊമ്പ എന്തായാലും അവനൊരു കുഴപ്പമില്ല. ഒന്നുകൂടി സ്പീഡ് ഉണ്ടല്ലേ? അയ്യോ കിളി പോയി, കിളി പോയി.
അയ്യോ പറഞ്ഞാൽ മതി നമ്മൾ ഉള്ളിൽ പോകും. അല്ല അതിന് ഇപ്പൊ റൂമില്ലയോ? ആ നമ്പർ ഉണ്ടോ? നമ്പർ ഉണ്ടോടാ? ഈ ഒഴുക്കിന് എടുക്കാൻ പാടാണ്. നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. ആ ആയിക്കോട്ടെ നോട്ടെ. ഒരു കാൻ ചെയ്യാം. അവിടെ എത്തട്ടെ എന്നിട്ട് നോക്കാം. എവിടാ? ആ ഞാൻ പറഞ്ഞു. ഈ ബോട്ട് എന്താ വെച്ചാ ഉണ്ടാക്കിക്കണേ? ഇത് ബാമ്പു മുള